നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു മോശം സാഹചര്യത്തിൽ ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഭഗവാനെ വിശ്വസിക്കുന്നവർ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ ഒരു സന്ദേശം മുഴുവനായിട്ടും അറിഞ്ഞിരിക്കുക. അതായത് ഈ അടുത്ത കാലത്തായിട്ട് പല കാരണങ്ങളാൽ ശത്രുക്കളുടെ എണ്ണം നിങ്ങൾക്ക് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ട്. ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മാറ്റങ്ങളും, അത് സങ്കടമായാലും സന്തോഷമായാലും അതെല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ മോശം സാഹചര്യങ്ങളും അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഓരോ പരീക്ഷണങ്ങളാണെന്ന് വിശ്വസിക്കുക. തൻ്റെ ഭക്തരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല. പരീക്ഷണങ്ങൾ ഒരുപാട് നൽകുന്ന ദേവനാണ് ഭഗവാൻ മഹാദേവൻ. എന്നാൽ ആ പരീക്ഷണങ്ങൾക്കൊക്കെ ഒടുവിൽ ഭഗവാൻ തൻ്റെ ഭക്തരിൽ പ്രസാദിക്കുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന മോശം അവസ്ഥയിൽ ഒരിക്കലും മനസ്സ് തളരാതെ ധൈര്യമായിട്ട് തന്നെ അതിനെ നേരിടുക. കാരണം അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിനൊടുവിൽ ഭഗവാൻ നിങ്ങളിൽ പ്രസാദിക്കും എന്ന് തന്നെ വിശ്വസിക്കുക. ഈ ഒരു പരീക്ഷണഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാവാനുള്ള സമയം ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര മോശം അവസ്ഥയിലും ഭഗവാനോടുള്ള വിശ്വാസത്തിലും പ്രാർത്ഥനയിലും കുറവ് വരുത്താതെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടാനുള്ള സമയം ആയിക്കഴിഞ്ഞു എന്ന് ഭഗവാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ തന്നെ അതിനുള്ള പല വഴികളും നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഭഗവാൻ നൽകും എന്നുള്ള കാര്യവും ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഭഗവാൻ മഹാദേവൻ്റെ ഒരു സംരക്ഷണ വലയം അത് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതിനാൽ തന്നെ എത്ര താഴ്ചയിലേക്ക് നിങ്ങൾ പോയാലും അവിടെ നിന്നെല്ലാം പൂർവാധികം ശക്തിയോടെ തന്നെ ഭഗവാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് വിശ്വസിക്കുക. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ തോറ്റുപോവുകയില്ല. വിജയങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്ന് ഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ആ ഒരു പരിശ്രമം സത്യസന്ധമാണ്. അതിനാൽ തന്നെ ഭഗവാനിൽ വിശ്വസിച്ച് നിങ്ങളുടെ ആ ഒരു ശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് വിജയം പ്രാപ്തമാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങളിൽ എപ്പോഴും പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് എല്ലാം നന്നായി വന്നു ചേരും എന്ന പ്രതീക്ഷ നിങ്ങളിൽ ഉണ്ടാക്കുക. ആ ഒരു പ്രതീക്ഷ ഉണ്ടായാൽ തന്നെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും പരിശ്രമിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുന്നതാണ്. അതിനാൽ തന്നെ നല്ലത് വന്നു ചേരുമെന്ന ശുഭപ്രതീക്ഷ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. കൂടാതെ ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നിങ്ങളെപ്പോഴും നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. മറ്റുള്ളവരുടെ ചിന്തകൾക്കും അഭിപ്രായങ്ങൾക്കുമായിരുന്നു നിങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നത്. പലപ്പോഴും മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നിങ്ങൾ ജീവിച്ചിരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളുമൊക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരിക്കലും ആരെയും ഭയപ്പെടേണ്ടതില്ല. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെക്കുറിച്ചും സ്വയം ചിന്തിക്കേണ്ടതാണ്. ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ വേണ്ടാന്ന് വെക്കരുത്. മറ്റുള്ളവർക്ക് മുന്നിൽ ധൈര്യമായി തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ടതാണ്. പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാത്തതും പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തുന്നതുമൊക്കെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മൂലമാവാം. അതിനാൽ തന്നെ ധൈര്യമായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും തുറന്നു പറയുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുന്നതാണ്.